ഇന്നത്തെ വീഡിയോ നടുവേദനയ്ക്ക് പരിഹാരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏതാനും യോഗാസനങ്ങളാണ്. നമസ്കാരം, സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ ലവ്ലി ഷാജി, യോഗ ട്രെയിനർ ആൻഡ് നാഷണൽ യോഗ റഫറി. മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലോ, കുറച്ച് പ്രായമാകുമ്പോൾ ബാക്ക് പെയിൻ, ജോയിന്റ് പെയിൻ, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. കാരണം സ്ത്രീകളുടെ ശരീരമാണല്ലോ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച്. പറഞ്ഞപോലെ പീരീഡ്സ്, ഡെലിവറി, മെനോപോസ്, ഇങ്ങനെ ഒത്തിരി ഹോർമോണൽ ചേഞ്ചിന് വിധേയമാകുന്ന ബോഡിയാണ് സ്ത്രീകളുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് പ്രായമാകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. ജോയിന്റ് പെയിൻ, ആർത്രൈറ്റിസ്, അതുപോലെ മിക്കവർക്കും ഉള്ളതാണ് നടുവേദന. ഇതൊക്കെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞിട്ട്, അതുപോലെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണും, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണും. ഇതുകൊണ്ടൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയിട്ട് ഒരു സെഡന്ററി ലൈഫ് സ്റ്റൈലാണ്. പൊതുവെ വ്യായാമം എല്ലാവർക്കും കുറവാണ്. പിന്നെ കിച്ചണിലാണെങ്കിൽ തന്നെ നമ്മൾ പഴയതുപോലെ എല്ലാവരും അരയ്ക്കണ്ട, പൊടിക്കണ്ട, വെള്ളം കോരണ്ട, വിറക് കീറണ്ട, അങ്ങനെ. അപ്പം നമുക്ക് കായികമായ ഫിസിക്കൽ ഒരു എക്സസൈസ് തീരെ കുറവാണ്. ഇപ്പം പിന്നെയും ആൾക്കാർ ഒരു 55-60 ആകുന്ന ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ നടക്കാൻ പോകുന്നത് കാണാം. പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും ഒരേപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ യോയിൻസ് ഒന്നും മൂവ്മെന്റ് ഇല്ലാതെ സ്റ്റിഫ് ആകാനും, അതുപോലെ ബ്ലഡ് സർക്കുലേഷന് ഒക്കെ കുറയാനും ഒക്കെ അത് കാരണമാകും. ഓഫീസിൽ ഇരുന്നാണെങ്കിലും നമുക്ക് ബ്രേക്കിന്റെ സമയത്തൊക്കെ ചെറിയ രീതിയിൽ ഓരോ കൈകാലുകളൊക്കെ മൂവ്മെന്റ്സ് ചെയ്യാം. അത് ഞാൻ ചെയർ യോഗ എന്ന് പറഞ്ഞ വേറൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ ഈ നടുവേദന അനുബന്ധ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിലും അതൊക്കെ പരിഹരിക്കാനും, നമ്മുടെ ജോയിൻസ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാനും, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാനും, ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കൂടാനും ഒക്കെ സഹായിക്കുന്ന യോഗാസനങ്ങളാണ്. അപ്പം നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം കണ്ട് മനസ്സിലാക്കി എല്ലാ ദിവസവും മുടങ്ങാതിരിക്കുക. നല്ല വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസിൽ കൈകൾ നമ്മളുടെ ഷോൾഡർ അകലത്തിൽ തന്നെ ആയിരിക്കണം. ഒത്തിരി അകന്നിടരുത്. ശ്വാസം എടുത്ത് തല ഉയർത്തുക. അപ്പം നമ്മുടെ നടുവിൻ്റെ ഭാഗം വായ്ക്ക് ഒന്ന് താഴേക്ക് കുനിക്കുക. എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale, inhale. ഈ ഒരു പോർഷൻ ഈ ഒരു രീതിയിലാക്കുന്നു. ഇൻഹേൽ ചെയ്യുമ്പോൾ ഈ രീതിയിലാക്കുന്നു. എക്സേൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ആക്കുന്നു നമ്മുടെ ഈ ഭാഗം. സാലംബ ഭുജംഗാസനം. ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ. കൈയുടെ മുട്ട് തൊട്ടുള്ള ഭാഗം തറയിൽ പതിച്ചു വെക്കുക. ശ്വാസം എടുത്ത് അപ്പർ സ്റ്റൊമക്കും ചെസ്റ്റും ഉയർത്തി പിടിക്കുക. സാലംബ ഭുജംഗാസനം. ശ്വാസം വിട്ട് താഴുക. വീണ്ടും ഒന്നുകൂടി ശ്വാസം എടുത്ത് ഉയരുക. ശ്വാസം വിട്ട് താഴുക. മകരാസനത്തിൽ റിലാക്സ് ചെയ്യുക. ഇങ്ങനെ കിടക്കുന്നതിന് മകരാസനം അല്ലെങ്കിൽ ക്രോക്കഡൈൽ പോസ് എന്നാണ് പറയുന്നത്. കമിഴ്ന്ന് കിടന്നിട്ട് ചെയ്യുന്ന യോഗാസനങ്ങൾക്ക് ശേഷം റിലാക്സ് ചെയ്യാൻ ഈ യോഗാസനമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കിടക്കാം. അതല്ലെങ്കിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് തല ഇങ്ങനെ ചെരിച്ചു വെച്ച് കിടക്കാം. ഇങ്ങനെയോ ഇങ്ങനെ കാലുകൾ രണ്ട് സൈഡിലേക്കും പത്തി ചെരിച്ച് റിലാക്സ് ചെയ്യുന്നു. സുബൈൻ റീജിയൻ പോസ്. സുബൈൻ റീജിയൻ പോസ് അതിൻ്റെ ഒരു വേരിയേഷനാണ്. കാൽമുട്ട് മടക്കുക, കാലിങ്ങനെ
കാലിനെ കാല് കയറ്റി വെക്കുന്ന പോലെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഉയർത്തി പതുക്കെ നമ്മുടെ ബോഡിയിലേക്ക് കാലൊന്ന് പ്രസ് ചെയ്യിക്കുക. ഏതാനും സെക്കൻഡ് ഇങ്ങനെ കിടക്കണം. റിലീസ് ചെയ്യാം. ഓപ്പോസിറ്റ് കാല് നമ്മൾ കാലുമേ കാല് കയറ്റി വെച്ച് കസേരൊക്കെ ഇരിക്കുകയെന്ന് പറയുന്ന പോലെ കാല് കയറ്റി വെച്ചിട്ട് വിരൽ കോർത്ത് നമ്മുടെ ബോഡിയിലേക്ക് കാല് അടുപ്പിക്കുക. ഏതാനും സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ദെൻ റിലാക്സ് ചെയ്യുക. ഏത് യോഗാസനം ചെയ്താലും നമ്മൾ ഇൻ ബിറ്റ്വീൻ ശവാസനത്തിൽ റിലാക്സ് ചെയ്തിട്ട് വേണം അടുത്ത യോഗാസനത്തിലേക്ക് പോകാൻ. കാലുകൾ അടുപ്പിച്ച് വെക്കുക. ഓരോ കാലുകളായിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ചേർത്ത് പിടിക്കുക. റിലീസ് ചെയ്യുക. നടുവിൻ്റെ വേദനയ്ക്ക് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കുമല്ലോ, വലിയ ബുദ്ധിമുട്ടില്ല ചെയ്യാൻ. ഇങ്ങനെ വയ്ക്കുക. റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 5 തവണയിൽ മിനിമം നിങ്ങൾ ചെയ്തിട്ട് 2 കാലും കൂടെ ഇങ്ങനെ പിടിക്കുക. ഒരു 15 സെക്കൻഡിലും ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യുക. അങ്ങനെ കിടന്നിട്ട് നമ്മുടെ നടുവിൻ്റെ ഭാഗം നന്നായിട്ട് മാറ്റിലേക്കൊന്ന് ഫോഴ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ഓക്കെ, റിലീസ് ചെയ്യുക. ഇനി നടുവേദനയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് സേതുബന്ധാസനം. ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾക്ക് റിലീഫ് കിട്ടുന്ന യോഗാസനമാണ് സേതുബന്ധാസനം. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തിന് PCOD ഒക്കെ ഉള്ളവർക്ക്, ഫൈബ്രോയിഡ് ഒക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യുന്നത് നല്ലതാണ്. ശ്വാസം എടുത്ത് ഉയർത്തുക. ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശ്വാസം വിട്ട് താഴുക. ഇൻഹെയിൽ 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ താഴ്ത്തുക. എക്സെയിൽ ചെയ്ത് താഴുക. ഇൻഹെയിൽ ഹോൾഡ് ഫോർ 5 സെക്കൻഡ്സ്. 5 വരെ എണ്ണുന്ന വരെ മനസ്സിലെണ്ണി എക്സെയിൽ ചെയ്ത് താഴുക. നടുവേദനയുള്ള സമയത്ത് ഇത് ഒത്തിരി ഹിപ്പ് ഏരിയ ഉയർത്താൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, റിലാക്സ് ചെയ്യാം ശവാസനത്തിൽ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് സുപ്പൈൻ ബട്ടർഫ്ലൈ പോസാണ്. കാലിങ്ങനെ ചേർത്ത് മുട്ടുമടക്കി കുത്തുക. സാവധാനം കാലിങ്ങനെ എക്സ്പാൻഡ് ചെയ്യിക്കുക. സാവധാനം കൺട്രാക്ട് ചെയ്യിക്കുക. വീണ്ടും ഇങ്ങനെ ഒരു 5 പ്രാവശ്യം മിനിമം ചെയ്യുക. ഈ പൊസിഷനിൽ റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് കിടക്കാം. ഓക്കെ, റിലാക്സ് ചെയ്യാം ശവാസനത്തിൽ. ശവാസനത്തിൽ റിലാക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൈയുടെ വെള്ളം മേളിലേക്ക് വെക്കണം. കാല് വെള്ളം ഒന്ന് സൈഡിലേക്ക് അയച്ചിടുക. ബോഡി മൊത്തം അയച്ച് ഇങ്ങനെ നമ്മൾ കണ്ണടച്ച് കിടക്കണം.